തമിഴ്നാട് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ 2.5 കോടിയുടെ സ്വർണം കവർന്ന കേസിൽ 8 പേർ പിടിയിൽ. RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും തമിഴ്നാട് റെയിൽവേ പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് തൃശൂരിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവന്ന സ്വർണം മോഷ്ടിച്ചത്. പ്രതികളിൽ നിന്ന് 50 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. സിജോ ബി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. പ്രതികളെ എവിടെ വെച്ചാണ് സിജോ പിടികൂടിയത്? ഇവരിലേക്ക് എങ്ങനെയാണ് പോലീസ് സംഘം എത്തിയത്? പ്രതികളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. തൃശൂർ സ്വദേശികളാണ് കൂടുതലായിട്ടുള്ള ആളുകൾ. അവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓരോ ആളുകളെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതിനുശേഷം അവസാനത്തെ ആളെയും കൂടി പിടികൂടിയതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പിടിയിലായി എന്നറിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പിന്നീട് ഈ സ്ഥലം വിടാനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കുകൂട്ടിയാണ് അത്തരത്തിൽ ഒരു ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത്. RPFന്റെ ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും തമിഴ്നാട് റെയിൽവേ പോലീസും ചേർന്ന ഒരു സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു കവർച്ച നടക്കുന്നത്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സ്വർണ്ണം കൊണ്ടുപോയി അവിടെ ആഭരണങ്ങളാക്കി അത് തിരികെ കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അങ്ങനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് തമിഴ്നാട് കുഴിത്തറ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിൽ ആഭരണം മോഷണം പോകുന്നത്. 1473 ഗ്രാം സ്വർണമാണ് ഇത് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെട്ടതിന് പിന്നാലെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് ആദ്യം അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന അവിടെ നിന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ചില ആളുകളെ കുറിച്ച് സംശയം തോന്നുന്നത്. അതിൽ താഹിർ എന്ന് പറയുന്ന ഒരാൾ ഈ സ്വർണം കൊണ്ടുപോകുന്ന സമയം മുതൽ ആ സംഘത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്ന ആളുകളെ പിന്തുടരുന്നതായി അവിടുന്ന് CCTV കിട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കുഴിത്തുറയിൽ ഇയാളുടെ പ്രസൻസ് മനസ്സിലാവുന്നത്. അയാളിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന്റെ മാസ്റ്റർ ബ്രെയിനായിട്ട് പ്രവർത്തിച്ച രഞ്ജിത്ത് അയാളെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ പ്രതികളെല്ലാം തന്നെ നിരവധി കേസുകളിൽ മറ്റ് കേസുകളിൽ കൂടി പ്രതികളായിട്ടുള്ള ആളുകളാണ്. ഈ സ്വർണം ട്രെയിനിൽ നിന്ന് കവർന്നതിന് ശേഷം അവർ പങ്കിട്ടെടുക്കുകയും പിന്നീട് വിവിധ സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഫോൺ നമ്പറുകൾ പരിശോധിക്കുന്നു. ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ കവർച്ചയ്ക്ക് വേണ്ടി മാത്രം ഇവർ പ്രത്യേക സിമ്മുകൾ എടുത്തിരുന്നു. ആ സിമ്മുകൾ പല ആളുകളും അവരുടെ ബന്ധുക്കളുടെ പേരിലാണ് എടുക്കുന്നത്. ആ കവർച്ചയ്ക്ക് ശേഷം ആ സിം കാർഡ് വരെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വെല്ലുവിളി നീണ്ടുന്ന ഒരു അന്വേഷണമായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ RPF സംഘവും കൂടെ ചേർന്ന് ഈ പ്രതികളെല്ലാവരെയും പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഏകദേശം സ്വർണം റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 300 ഗ്രാം മാത്രമാണ് റിക്കവർ ചെയ്യാൻ പറ്റാത്തത്. അത് ഇവർ സ്വർണം ഉരുക്കിയതിന് ശേഷം വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ സ്വർണ്ണ വിൽപ്പന നടത്തിയൊക്കെ തുക കൂട്ടി 50 ലക്ഷം രൂപയും ഈ സംഘം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്ന് ഈ RPF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ സ്വർണ്ണ കവർച്ചയിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഇത്രയധികം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, അതിലെ മുഴുവൻ പ്രതികളിലേക്ക് എത്തുക എന്നുള്ളത്. എന്തായാലും അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സംഘത്തിന് ഈ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്.